തോട്ടം മേഖലയിലെ സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 15 വർഷം കഴിഞ്ഞതായി തൊഴിൽ വകുപ്പ്. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്കിന്റെ അപേക്ഷയിൽ താലൂക്ക് വികസന സമിതിയിലാണ് മറുപടി ലഭിച്ചത്. സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചതു മാത്രമല്ല, തൊഴിലാളികളുടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ നിഷേധിച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളി ദ്രോഹ നടപടിയാണെന്നും സ്റ്റീഫൻ ഐസക് ഇടുക്കി വിഷനോട് പറഞ്ഞു. താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടം മേഖലയിൽ നൽകി വന്നിരുന്ന സൗജന്യ മെഡിക്കൽ സംവിധാനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി തോട്ടം തൊഴിലാളികൾക്ക് സൗജന്യമായിട്ട് മെഡിക്കൽ യൂണിറ്റിന് പ്രവർത്തനമുണ്ടായിരുന്നു. അതേ മൊബൈൽ യൂണിറ്റിൻ്റെ പേരിൽ പൂട്ടിക്കിടക്കുന്ന മുഴുവൻ തോട്ടങ്ങളിലും മാസത്തിൽ ഒരു ദിവസം യാത്ര ചെയ്യുകയും തൊഴിലാളികളെ കാണുകയും അവർക്ക് വേണ്ട മെഡിക്കൽ സംവിധാനം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ടായിരുന്നു. അത് പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പാണ് നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ താലൂക്ക് വികസന സമിതി, പീരുമേട് താലൂക്ക് വികസന സമിതിയിൽ അപേക്ഷ വിൽക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസറിൻ്റെ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് നിലവിൽ തോട്ടം തൊഴിലാളികൾക്ക്, അതായത് പൂട്ടിക്കിടക്കുന്ന തോട്ടം മേഖലയിൽ നൽകി വന്നിരുന്ന മൊബൈൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം, മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവകാശം ഉന്നയിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 15 വർഷക്കാലമായി തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ഈ ആനുകൂല്യം നിലച്ചതിന് ശേഷവും കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ് തൊഴിലാളിക്ക് നിഷേധിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ മറുപടി, അതായത് അടുത്ത മാസം താലൂക്ക് വികസന സമിതിയിൽ ഹാജരാക്കുമെന്നാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് പ്രതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. തൊഴിലാളികളോടുള്ള വഞ്ചനയാണ് കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ സർക്കാരുകൾ ചെയ്തു വന്നിരുന്നത്. വഞ്ചനയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത